ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ എൻജിനീയറിംഗ് മെക്കാനിക്സ് നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് EST 100 ആണ്. ഇപ്പോൾ എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ഡിഫറെൻറ്റ് ലോസ് ഓഫ് മെക്കാനിക്സും ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ടോട്ടൽ 5 മോഡ്യൂൾസ് ആണ് ഈ സബ്ജക്ട്സിലുള്ളത്. നോർമലി നിങ്ങൾ പ്രീവിയസ് S1 പഠിച്ചതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിനും 5 മോഡ്യൂൾസ് ആയിരുന്നു. അതുപോലെ തന്നെ മെക്കാനിക്സ്, എൻജിനീയറിംഗ് മെക്കാനിക്സിനും 5 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ ഓരോ മോഡ്യൂൾസ് എന്താണെന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഇൻട്രൊഡക്ഷൻ ആയിരിക്കും പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്, അതുപോലെ തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് മോഡ്യൂളിലെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്താണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യുന്നതേ ഉള്ളൂ. സെക്കൻഡ് മോഡ്യൂളിൽ ഫ്രിക്ഷനും അതിൻ്റെ എഫക്ട്സും ഒക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നത്. തേർഡ് മോഡ്യൂളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പോസിറ്റ് ബോഡിയുടെ സെൻട്രോയിഡ് പോയിൻ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് മോഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് മോഡ്യൂൾ ഈസ് പ്യുവർലി ഡൈനാമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂൾ റൊട്ടേഷൻ ബോഡീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഫിഫ്ത്ത് മോഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്താണ്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്, നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന എന്തൊക്കെയാണ്, അതാണ് ഈ കോഴ്സ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് മോഡ്യൂൾ വൈസ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, പക്ഷേ സിലബസ് നിങ്ങൾ KTU സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ടു എൻജിനീയറിംഗ് മെക്കാനിക്സ്. എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്. ഈ സബ്ജക്റ്റിനകത്ത് നമ്മൾ എന്താണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ എൻജിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ദ ഫിസിക്കൽ സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രെഡിക്ട്സ് ദ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. വേറൊന്നുമില്ല, എൻജിനീയറിംഗ് മെക്കാനിക്സ് നിങ്ങൾക്കൊരു ബോഡി, ആ ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അതിനെക്കുറിച്ച് പഠിക്കുന്ന സയൻസ് ആണ് എന്ത്, എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ എൻജിനീയറിംഗ് മെക്കാനിക്സ് ഇസ് എ ഫിസിക്കൽ സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രെഡിക്ട്സ് ദ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ ഓഫ് ബോഡി. ആ ബോഡി മേ ബി റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം. അങ്ങനെ ഒരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന എന്താണ് ചേഞ്ചസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സയൻസ് ആണെന്ത്, എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ എൻജിനീയറിംഗ് മെക്കാനിക്സ് ഈസ് എ ഫിസിക്കൽ സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രെഡിക്ട്സ് ദ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് forces. Okay, so it is a physical science because it deals with the study of physical phenomena. Physical phenomena കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സയൻസ് ആണ്. സോ ഇറ്റ് ഈസ് എ ഫിസിക്കൽ സയൻസ്. അപ്പോൾ എന്താണ്, ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, ആ ബോഡി മേ ബി ഇൻ റെസ്റ്റിലായിരിക്കാം ഓർ ഇൻ മോഷനിലായിരിക്കാം. ഓക്കെ, സോ അപ്പോൾ വാട്ട് ഈസ് എൻജിനീയറിംഗ് മെക്കാനിക്സ്, ഡെഫിനിഷൻ എന്താണ് എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ. So engineering mechanics is a physical science which deals with the conditions of rest or of motion of bodies under the action of forces in bodies. Okay, and engineering mechanics is a basic subject which describes and predicts the effect of forces on a rigid body. With a rigid ആയിട്ടുള്ള ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ് സയൻസ് ആണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ ഇറ്റ് എസെൻഷ്യലി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ വെൻ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ്. സോ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ് കൊടുക്കുമ്പോൾ ആ ബോഡി എന്താ, ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും. അങ്ങനെ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദാറ്റ് ബോഡി, അതിൻ്റെ സ്റ്റഡിയാണ് എന്ത്, എൻജിനീയറിംഗ് മെക്കാനിക്സ്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ്, ഒരു റിജിഡ് ബോഡിയിലോട്ട് എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി എന്തായിരിക്കും, ആ ബോഡിയുടെ കണ്ടീഷൻ മേ ബി ആ ബോഡി റെസ്റ്റിലായിരിക്കും, എന്താണ് മൂവ് ചെയ്യാതിരിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കും, റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡി എന്തായിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എനിവേ ഈ രണ്ട് കണ്ടീഷനിലുള്ള ഒരു റിജിഡ് ബോഡിയിൽ
ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദാറ്റ് ബോഡി, ആ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ക്രിയേറ്റ് ആവുന്നു അത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് എന്ത് എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതിൽ എൻജിനീയറിംഗ് മെക്കാനിക്സിൽ മെയിൻലി 3 രീതിയിൽ പറയുന്നുണ്ട്. എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. നെക്സ്റ്റ് relativistic mechanics and last one is quantum mechanics or wave mechanics. Okay, അപ്പോൾ mainly 3 type of mechanics are there. ഏതൊക്കെയാണ്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഓർ ക്ലാസിക്കൽ മെക്കാനിക്സ്. അതെന്ന് പറയുന്നത് നോർമലി നമ്മൾ റിജിഡ് ബോഡീസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡിയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ്. ന്യൂട്ടൺസ് ലോയൊക്കെ അപ്ലൈ ചെയ്യുന്ന മെക്കാനിക്സ് ആണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, റിലേറ്റീവ് വെലോസിറ്റി, ദാറ്റ് ഈസ് നമ്മൾ ലൈറ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിക്കുന്ന ടൈപ്പ് മെക്കാനിക്സ് ആണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡിയിങ് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ്, അതിൻ്റെ റിലേറ്റിവിറ്റി, ലൈറ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെക്കാനിസംസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടം മെക്കാനിക്സ് ഓർ വേവ് മെക്കാനിക്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സബ് അറ്റോമിക് ലെവലിൽ മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്സിനെ കുറിച്ച് പറയുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സ് ഡെവലപ്ഡ് ബൈ റിസർച്ചേഴ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ആസ് 3 types of mechanics are there: classical or Newtonian mechanics, then relativistic mechanics, next one is quantum mechanics or wave mechanics. Okay, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ന്യൂട്ടൺസ് ലോ എല്ലാം അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് മെക്കാനിക്സ് ആണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്പീഡ്, ലൈറ്റ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെക്കാനിക്സ് ആണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് ഓർ വേവ് മെക്കാനിക്സ്. ഓക്കെ, സോ മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2: മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സോ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് മീഡിയയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു, എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാകുന്നു എന്നതാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്തായിരിക്കും? ഒരു സോളിഡ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സോ ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ തന്നെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഐഡിയൽ ഫ്ലൂയിഡ്സ്, വിസ്കസ് ഫ്ലൂയിഡ്സ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾ അറിയണ്ട. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. ദാറ്റ് ഈസ് സോളിഡ്സ് തന്നെ റിജിഡ് ആയിട്ടുള്ള സോളിഡ്സും ഉണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോം ആയി പോകുന്ന സോളിഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസും മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസും ഉണ്ട്. ദെൻ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസിൽ സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. സോ റിജിഡ് ബോഡി ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന റിജിഡ് ബോഡീസും ഉണ്ട്, മൂവ് ചെയ്യുന്ന റിജിഡ് ബോഡീസും ഉണ്ട്. ദാറ്റ് ഈസ് ഡൈനാമിക് ആയിട്ടുള്ള ബോഡീസും ഉണ്ട്, അതിൻ്റെ സ്റ്റഡി ഉണ്ട്. ദെൻ മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസിലാണെങ്കിൽ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും, ഡീഫോം ചെയ്യുമ്പോൾ അതെന്താ മേ ബി ഇലാസ്റ്റിക് നേച്ചറിലായിരിക്കാം, മേ ബി ഇൻ പ്ലാസ്റ്റിക് നേച്ചറിലായിരിക്കാം ഡീഫോം ചെയ്യുന്ന ഒരു ബോഡി. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോമേഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മേ ബി അത് ഇലാസ്റ്റിക് നേച്ചറിലുള്ള ചേഞ്ച് ആവാം, മേ ബി അതെന്താ പ്ലാസ്റ്റിക് നേച്ചറിലുള്ള ചേഞ്ച് ആവാം. സോ അതുകൊണ്ടാണ് മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, തിയറി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഡൈനാമിക്സിനെ വെഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ അപ്പോൾ നമ്മൾ
എൻജിനീയറിംഗ് മെക്കാനിക്സിനകത്ത് ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഹയർ ലെവലിലുള്ള സബ്ജക്ട്സ് നിങ്ങൾ S3-ലും S4-ലും ഒക്കെ പഠിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പഠിക്കും. സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ എന്താണ്, റിജിഡ് ബോഡീസിലുണ്ടാകുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ? സോ ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു റിജിഡ് ബോഡി എന്ന്. സോ വാട്ട് ഈസ് മീൻ ബൈ എ റിജിഡ് ബോഡി? ഇപ്പോൾ നിങ്ങളുടെ ബോഡി റിജിഡ് ആണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങളുടെ ബോഡിയിലോട്ട് പുഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താ, നിങ്ങളുടെ ബോഡിക്ക് ഡിഫോർമേഷൻ ഒന്നും ഉണ്ടാകാതെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോഡീസിനെയാണ് എന്തെന്ന് പറയുന്നത്, റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ റിജിഡ് ബോഡി മേ ബി ഡിഫൈൻഡ് ആസ് എ ബോഡി ഇൻ വിച്ച് the relative positions of any two particles do not change under the action of forces, means the distance between 2 points particles remains same before and after applying the external forces. So വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ബോഡി തന്നിരിക്കുവാണ്. ആ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതെന്താ, ഈ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്നു. ബട്ട് അതിൻ്റെ ഷേപ്പിന് ഒന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല, ഷേപ്പ് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, റിജിഡ് ബോഡിയാണ്. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പാർട്ടിക്കിളിൽ കൊടുത്തു, അത് മൂവ് ചെയ്ത് ഡീഫോം ആയിട്ടാണ് അത് മൂവ് ചെയ്ത് വേറൊരു പോയിന്റിലോട്ട് പോകുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഡിഫോംഡ് ബോഡി എന്ന് പറയും. ഓക്കെ, സോ ഇപ്പോൾ റിജിഡ് ബോഡി മേ ബി ഡിഫൈൻഡ് ആസ് എ ബോഡി ഇൻ വിച്ച് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് എനി ടു പാർട്ടിക്കിൾസ് ഡു നോട്ട് ചേഞ്ച് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. സോ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആക്ഷൻ കാരണം ആ പാർട്ടിക്കിൾസിൻ്റെ ഷേപ്പിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ എ ബോഡി വിച്ച് ഡസ് നോട്ട് ഡിഫോം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് എ റിജിഡ് ബോഡി. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇഫ് ദർ ഈസ് നോ ഡിഫോർമേഷൻ ഒക്കേഴ്സ് ഇൻ എ ബോഡി then that type of body is known as rigid body. So in rigid body mechanics we assume that the body is to be rigid ആയിരിക്കുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുവാണ്. സോ അപ്പോൾ അത് ഡീഫോം ചെയ്ത് പോകുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ ചേഞ്ചസ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ബോഡി. ആ ബോഡിയിൽ ദർ ഈസ് നോ ഡിഫോർമേഷൻ. അങ്ങനെയുള്ള ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ റിജിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഫോർ എ റിജിഡ് ബോഡി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ന് പറയുന്ന ഒരു റിജിഡ് ബോഡിയാണ്. ദിസ് വൺ ഈസ് എ റിജിഡ് ബോഡി. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ റിജിഡ് ബോഡിയിൽ ദർ ഈസ് നോ ചേഞ്ചസ്, ഡിഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് പോയിൻറ്റ്സ് എടുത്തു. ഫസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എയും ബിയും എന്ന് എടുത്തു. ദെൻ എക്സ്റ്റേണൽ ഫോഴ്സസ് കൊടുത്തതിന് ശേഷം ആ പോയിൻറ്റ്സിനെ ഞാൻ എ ഡാഷ് എന്നും ബി ഡാഷ് എന്നും എടുത്തു. ഈ 2 പോയിൻറ്റ്സും അതിൻ്റെ പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യാതെ ഡിഫോം ആവാതെ നിൽക്കുന്ന പോയിൻറ്റ്സ് ആണ്. ഫോർ എ റിജിഡ് ബോഡി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആൻഡ് എ ബി റിമൈൻ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് കൊടുക്കുന്നതിന് മുന്നേയും ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും ഈ 2 പോയിൻറ്റ്സിൻ്റെയും പൊസിഷൻ സെയിം ആണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഡിഫോർമേഷൻ ഒക്കേഴ്സ്. ഓക്കെ, സോ ഫിസിക്കൽ ബോഡീസ് ഡിഫോം സ്ലൈറ്റ്ലി അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതൊരു ബോഡിയിലും നമ്മൾ ഫോഴ്സ് ഇപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാകത്തില്ലായിരിക്കും. ബട്ട് നമ്മൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫൈനലി എന്തുണ്ടാവും, ഡിഫോർമേഷൻ ജനറേറ്റ് ആവും. ഒരു ബോഡിയും നമുക്ക് എക്സാക്ട്ലി റിജിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അസ്യൂം ചെയ്യുവാണ് റിജിഡ് ബോഡി ആണ് എന്നുള്ളത്. സോ ഫിസിക്കൽ ബോഡീസ് ഡിഫോം സ്ലൈറ്റ്ലി അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്സ്. എക്സ്റ്റേണൽ ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും ചെറിയൊരു ഡിഫോർമേഷൻ ഉണ്ടാവും. ഇഫ് ദ ഡിഫോർമേഷൻ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ഇറ്റ്സ് സൈസ്. ഇപ്പോൾ ഒരു
ഒരു റിജിഡ് ബോഡി, ആ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചെറിയ സ്ലൈറ്റ് ഡിഫോർമേഷൻസ് ഒക്കേഴ്സ് ആവും, ബട്ട് അത് നമ്മൾ നെഗ്ലിജിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ആ ഒരു ബോഡിയുടെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ അതിനകത്തുള്ള ഡിഫോർമേഷൻ ഈസ് മൈന്യൂട്ട്, ദെൻ വി ക്യാൻ നെഗ്ലക്ട് ദി ഡിഫോർമേഷൻ. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ റിജിഡ് ബോഡിയുടെ കോൺസെപ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ റിജിഡ് ബോഡി പറയുന്നത്. ഓക്കെ, സോ ഒരിക്കലും റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഡിഫോർമേഷൻ ഒട്ടും ഉണ്ടാകാത്ത ബോഡി എന്നല്ല മീൻ ചെയ്യുന്നത്. എന്താണ്? സം സ്ലൈറ്റ് ഡിഫോർമേഷൻസ് വിൽ ഒക്കേഴ്സ് ഇൻ എ റിജിഡ് ബോഡി, ബട്ട് ദാറ്റ് ഡിഫോർമേഷൻ ഈസ് very negligible compared to that of the size of the body. As ബോഡിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ that deformation is negligible. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ റിജിഡ് ബോഡി മെക്കാനിക്സിൽ അതിന് മെയിൻലി 2 branches are there. Rigid body mechanics can be divided into 2 branches, that is statics and dynamics. സോ റിജിഡ് ബോഡി മെക്കാനിക്സ്, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇപ്പോൾ സ്റ്റാറ്റിക്സിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പറഞ്ഞായിരുന്നു സ്റ്റാറ്റിക്സും ഉണ്ട് മെക്കാനിക്സും ഉണ്ട്. അപ്പോൾ റിജിഡ് ബോഡീസ് സ്റ്റഡി ചെയ്യുമ്പോൾ 2 രീതിയിലുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ റിജിഡ് ബോഡി ഒരു പോയിന്റിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന, അല്ലെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കുന്ന ടൈപ്പ് റിജിഡ് ബോഡീസും ഉണ്ടാവും. ദെൻ ഡൈനാമിക്സ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള റിജിഡ് ബോഡീസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റഡി നമുക്ക് നടത്താനുണ്ട്. സോ റിജിഡ് ബോഡി മെക്കാനിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 branches, statics and dynamics. Okay, so statics, it is the branch of mechanics that deals with the study of forces acting on a body in equilibrium. So equilibrium സ്റ്റേജിൽ ഇരിക്കുന്ന, that is മൂവ് ചെയ്യാത്ത സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്യുന്ന സയൻസ് ആണ് എന്ത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സോ റിജിഡ് ബോഡി മെക്കാനിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 branches, സ്റ്റാറ്റിക്സ് ആൻഡ് dynamics. In statics, it is a branch of mechanics which deals with the study of forces acting on a body in equilibrium. So equilibrium ഇരിക്കുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സസിനെ സ്റ്റഡി ചെയ്യുന്ന മെക്കാനിക്സ് ആണ് എന്ത്? സ്റ്റാറ്റിക്സ്. സോ ഐദർ ദ ബോഡി അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ ഈസ് കോൾഡ് സ്റ്റാറ്റിക്സ്. ഓക്കെ, then dynamics means it is the branch of mechanics that deals with the study of forces on body in motion is known as dynamics. So ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, ദാറ്റ് ഈസ് ദ ബ്രാഞ്ച്, ദാറ്റ് ബ്രാഞ്ച് ഈസ് നോൺ ആസ് ഡൈനാമിക്സ്. ഓക്കെ, ദെൻ ദ ഡൈനാമിക്സ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഇപ്പോൾ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ വിത്ത് കൺസിഡറേഷൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡി തന്നെയായിരിക്കും, ആ ബോഡിയുടെ മെക്കാനിക്സും പഠിക്കുന്നു. പക്ഷേ നമുക്കെന്താ, കൺസിഡറിങ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം, അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറേഷൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. സോ കൈനമാറ്റിക്സിൽ നമ്മൾ ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല, അല്ലാതെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ബോഡിയുടെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡീസിനെ 2 ക്ലാസിഫിക്കേഷൻസ് ആർ ദെയർ, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ട് മൂവ് ചെയ്യാത്ത ഒരു ബോഡിയുടെ സ്റ്റഡിയാണ് എന്ത്? സ്റ്റാറ്റിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ സ്റ്റഡിയാണ് എന്ത്? ഡൈനാമിക്സ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ സ്റ്റാറ്റിക്സ് എന്താണ്? സ്റ്റാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡീസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസേൺസ് ദ ഇക്വിലിബ്രിയം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ദ ബേസിക് കോൺസെപ്റ്റ്സ് യൂസ്ഡ് ഇൻ എവറി ഡേ മെക്കാനിക്സ് ആർ ബേസ്ഡ് ഓൺ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. സോ അപ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ബേസിക് കോൺസെപ്റ്റ്സ് മെയിൻലി സ്പേസ്,
time, mass and force. Okay, so space, ടൈം, മാസ് ആൻഡ് ഫോഴ്സ്. അപ്പോൾ സ്പേസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മൾ റിജിഡ് ബോഡീസിൻ്റെ സ്റ്റഡീസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റഡി ചെയ്യുന്നതാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ ആ ബോഡി എപ്പോഴും എവിടെയായിരിക്കും? സ്പേസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വഴി നമ്മൾ പറയുന്ന ഇന്ന പോയിന്റിലാണ് ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബോഡി എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ സ്പേസ് ഈസ് എ റീജിയൻ വിച്ച് എക്സ്റ്റെൻസ് ഇൻ ഓൾ ഡയറക്ഷൻസ് ആൻഡ് കണ്ടെയ്ൻസ് എവറിത്തിങ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ സ്പേസിനകത്ത് എല്ലാ കമ്പോണൻസും ഉണ്ട്. മാസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. നിങ്ങൾക്ക് ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാസ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഇനർഷ്യ. മാസ് ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഏത് പൊസിഷനിലിരുന്നാലും ദ മാസ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് 10 കിലോഗ്രാം ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിൽ പോയിരുന്നാലും ആ അതിൻ്റെ മാസ് എത്രയായിരിക്കും? 10 കിലോഗ്രാം ആയിരിക്കും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, മാസ് ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാസ് മാറില്ല. മാസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഈസ് ദ ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ അനദർ. അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് push or pull which by acting on a body changes or tends to change its state of rest or motion. ഒരു ബോഡിയുടെ എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ ചേഞ്ച് ചെയ്യിക്കുന്ന എക്സ്റ്റേണൽ പുഷിനെ അല്ലെങ്കിൽ പുള്ളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ വിച്ച് ബൈ ആക്ടിങ് ഓൺ എ ബോഡി, ഒരു ബോഡിയിലോട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഫോഴ്സ് മേ tends to change the state of rest of that body or the motion of the body. Okay, that is force. Then weight എന്ന് വെച്ചാൽ എന്താണ്? Weight is mass into gravity. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, W is equal to m into g. So weight is the force with which a body is attracted towards the center of earth by the gravitational pull. So the relation between mass and weight is equal to mass into acceleration due to gravity. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടേംസും ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. സോ ഏതൊരു പാർട്ടിക്കിളിനും എന്തുണ്ടാവും? ഒരു മാസ് ഉണ്ടാവും. സോ പാർട്ടിക്കിൾ ഹാസ് മാസ് ബട്ട് ദ സൈസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൈക്രോ പാർട്ടിക്കിൾസും മാക്രോ പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എന്ത്? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാവിങ് മാസ്. ദ ജോമെട്രി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ അനാലിസിസ്. ഒരു ചെറിയ പാർട്ടിക്കിൾസ് നമ്മളെടുത്ത് അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രി ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ദെൻ റിജിഡ് ബോഡി ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത്? റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. ദെൻ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? which represents the effect of a loading which is assumed to act at a point on a body. ഒരു ബോഡിയിൽ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത്? കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ടു ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ആർ ദെയർ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നും എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി എന്നും. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഡയറക്ഷൻ. സോ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ബട്ട് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ മാസിന് അതിന് എന്താണ്? ഹാസ് എ മാഗ്നിറ്റ്യൂഡ്, പക്ഷേ മാസ് ഇന്ന ഡയറക്ഷനാണ്, വോളിയം ഇന്ന ഡയറക്ഷനാണെന്ന് നമുക്ക് പറയത്തില്ല. അതിനൊരു മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ ബട്ട് ഡയറക്ഷൻ ഇല്ല. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഹാവിങ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ മാസ് ഇത്ര കിലോഗ്രാം എന്ന് നമുക്ക് പറയാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി പറയാം, ബട്ട് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ബട്ട് ഒരു ഫോഴ്സ് നമ്മൾ പറയുവാണ്, ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെന്ന് പറയാം. ഇത്ര ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം, ഇന്ന ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, സോ വെക്റ്റർ ക്വാണ്ടിറ്റി മീൻസ് ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ദ ക്വാണ്ടിറ്റീസ് ഈസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫോഴ്സ് എന്താണെന്ന്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ?
ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഫോഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ആക്ഷൻ ദാറ്റ് ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി ടു വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. സോ ഒരു ബോഡിയിലോട്ട് ഈ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ബോഡി അതിൻ്റെ റെസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് എന്താണ് മേ ബി അതെന്താ സ്റ്റേറ്റ് ഓഫ് മോഷനിലോട്ട് ചേഞ്ച് ആവും. അങ്ങനെയുള്ള എക്സ്റ്റേണലി കൊടുക്കുന്ന ആക്ഷനാണ് എന്തെന്ന് പറയുന്നത് ഫോഴ്സ്. ദ 3 ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ഡിഫൈൻ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ 3 ക്വാണ്ടിറ്റീസ് ആർ ദെയർ. എന്തൊക്കെയാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. 5 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ 5 കിലോ ന്യൂട്ടൺ, അതാണ് മാഗ്നിറ്റ്യൂഡ്. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് അത് ആക്ട് ചെയ്തത്, ദെൻ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോഴ്സിനെ എക്സാക്ട്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ. ദ ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂട്ടൺ ആണ് ഇൻ SI സിസ്റ്റം ആൻഡ് ഡൈൻ ഇൻ CGS സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ ഇത്രയുമാണ് ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സ് എന്ന് പറയുന്നത്. ബേസിക് കോൺസെപ്റ്റ് ഓർ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. റിജിഡ് ബോഡി എന്താണ്, അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെക്കാനിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്കുള്ളത് ഡിഫറെൻറ്റ് ലോസ് യൂസ്ഡ് ഇൻ മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ സയൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരുപാട് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ലോസിൻ്റെ ബേസിസിലാണ്. സോ ലോസ് ഓഫ് മെക്കാനിക്സ്, ഇത്രയും ലോസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ന്യൂട്ടൺസ് 3 ഫണ്ടമെൻ്റൽ ലോസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ന്യൂട്ടൺസ് ഫണ്ടമെൻ്റൽസ് ലോ, ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, parallelogram law, triangular law of forces, principle of superposition, principle of transmissibility, law of equilibrium or Lami's theorem, law of conservation of energy and principle of work and energy. So ഇത്രയുമാണ് laws of mechanics എന്ന് പറയുന്നത്. Okay, so in first one is എന്താണ്? Newton's law. So rigid body mechanics is formulated on the basis of Newton's 3 laws of motion. ഈ മെക്കാനിക്സ് എന്ന് പറയുന്നത് റിജിഡ് ബോഡി മെക്കാനിക്സ് ഡീല് ചെയ്യുന്നത് തന്നെ എന്താണ്? ന്യൂട്ടൺസ് ലോസ് വെച്ചിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റിജിഡ് ബോഡീസിൻ്റെ സ്റ്റഡീസിനെ എന്തെന്ന് പറയുന്നത്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന മെക്കാനിക്സ് ആണ് എന്ത്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. സോ റിജിഡ് ബോഡി മെക്കാനിക്സ് ഈസ് ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്ടൺസ് 3 ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ 3 ലോസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. എന്താണ് ഫസ്റ്റ് ലോ പറയുന്നത്? എ പാർട്ടിക്കിൾ ഒറിജിനലി അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിൽ റിമൈൻ ഇൻ ദിസ് സ്റ്റേറ്റ് പ്രൊവൈഡഡ് the particle is not subjected to an unbalanced force. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് ലോ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma, that is F is equal to ma. Force is equal to mass into acceleration due to gravity. ആ കോൺസെപ്റ്റ് ഇനേർഷ്യനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്കൻഡ് ലോ. ആൻഡ് തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് തേർഡ് ലോ പറയുന്നത്. സോ ഈ 3 ലോയിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ 3 ലോയുടെ കോൺസെപ്റ്റും വെച്ചിട്ടാണ് റിജിഡ് ബോഡി മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Thus that mechanics is known as Newtonian mechanics or classical mechanics. Okay, so Newton's first law, second law and third law explain ചെയ്യുന്ന ഫിഗർ ആണ്. ഇത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, law of gravitational attraction. അപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതെന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുന്നത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 ആൻഡ് m2 ഡിവൈഡ് ബൈ r². ഇതാണ് പറയുന്നത്. ഓക്കെ,
F is directly proportional to m1 into m2 divided by r square. So ആ proportionality മാറ്റാനാണ് F is equal to G into m1 then m2 divided by r square എന്ന് പറയുന്നത്. So gravitational force, that force is directly proportional to the product of mass and inversely proportional to distance of square between the particles. So രണ്ട് particles എടുത്തു. First particle mass m1 and second particle mass m2. The distance between these two particles are r, represented as r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the particle will be attracted towards each other along their connecting line with the force. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കുമെന്നാണ്, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എങ്ങനെയായിരിക്കുമെന്നാണ് രണ്ട് particles. The first particle mass is m1 and second particle mass is m2 and these two particles spaced by a distance of r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു മാസ് m1 ആൻഡ് m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാർട്ടിക്കിൾസ്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനാണ് നമ്മൾ ജി എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്താ പറയുന്നത്? Particle will be attracted towards each other along their connecting line with a force whose magnitude is directly proportional to the product of mass. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് m1 ആൻഡ് m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് സ്ക്വയേർഡ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. സോ F is directly proportional to m1 m2 divided by r square, and for changing the proportionality we introduced a term g, that g is known as universal gravitational constant. So F is equal to g into m1 m2 divided by r square. This is known as law of gravitational attraction. Okay, next one, parallelogram law. പാരലോഗ്രാം ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പാരലോഗ്രാം ലോ എന്താണ് പറയുന്നത്? ഇപ്പോൾ രണ്ട് ഫോഴ്സസ്, ഇതുപോലെ രണ്ട് ഫോഴ്സസ് പിയും ക്യൂവും, ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. സോ രണ്ട് ഫോഴ്സസ് ഇതുപോലെ ആക്ട് ചെയ്യുന്നു, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ആക്ട് ചെയ്യുന്നു. ഇത് പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ, ഈ രണ്ട് ഫോഴ്സസിൻ്റെ ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. സോ പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് ഈ രണ്ട് ഫോഴ്സസ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ബാക്കി രണ്ട് സൈഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യത്തില്ലേ? സോ ഈ രണ്ട് ഫോഴ്സും മീറ്റ് ചെയ്യുന്നത് ഈ പോയിൻ്റാണ്. ആ പോയിൻ്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ എന്തായിരിക്കും? ഈ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കുമെന്നാണ് പാരലോഗ്രാം പറയുന്നത്. ഓക്കെ, സോ ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, then their resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of the two sides representing the forces. അപ്പോൾ നമ്മൾ ഡയഗണൽസ്, ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ഇതും ഡയഗണലാണ് ഇതും ഡയഗണലാണ് അല്ലേ? പക്ഷേ ഏതാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്? ഈ രണ്ട് ഫോഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കൂടി പോകുന്ന ഡയഗണലായിരിക്കും എന്ത്? റിസൾട്ടൻ്റ്. ഈ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് the resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of two sides. ആ രണ്ട് ഫോഴ്സസിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന ഡയഗണൽ ആയിരിക്കും എന്ത്? ആ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടൻ എന്നാണ് ലോ ഓഫ് പാരലോഗ്രാം ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഇനിയുള്ളത് ട്രയാങ്കിൾ ലോ ആണ്.
അപ്പോൾ നേരത്തെ പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡിൻ്റെ രീതിയിലാണ് നമുക്ക് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? അതിൻ്റെ ഡയഗണലായിരിക്കും. ആ രണ്ട് ഫോഴ്സസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് വഴി പോകുന്ന ഡയഗണലായിരിക്കും ആ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ്. അതാണ് ലോ ഓഫ് പാരലോഗ്രാം. ഇനി അടുത്തത് ട്രയാങ്കിൾ ലോ ഓഫ് ട്രയാങ്കിൾ പറയുന്നത് രണ്ട് ഫോഴ്സസ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് സൈഡായിരിക്കും. ആ ക്ലോസിങ് സൈഡായിരിക്കും റിസൾട്ടൻ്റ്. ബട്ട് ദ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇതൊരു ട്രയാങ്കിളിൻ്റെ സൈഡാണ്. ഓക്കെ, സോ ഇതിൻ്റെ ക്ലോസിങ് ആയിട്ടുള്ള പോയിൻ്റ് ഇതാണ്. സോ ഇത് രണ്ടും ടുവേഴ്സ് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. സോ ഇതിൻ്റെ ഡയറക്ഷൻ, ക്ലോസിങ് ഡയറക്ഷൻ ഇതുപോലെയാണ് വരേണ്ടത്. ബട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വരുന്നതെന്നാണ് ട്രയാങ്കുലർ ലോയിൽ പറയുന്നത്. ഓക്കെ, if the two forces acting simultaneously on a body are represented by the sides of a triangle taken in order, then their resultant is represented by the closing side of the triangle in the opposite direction or opposite order. So രണ്ട് ഫോഴ്സസ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിങ് സൈഡായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ്. ബട്ട് ദ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ ലോ. സോ ലോസ് ഓഫ് മെക്കാനിക്സിൽ ഫസ്റ്റ് വൺ ന്യൂട്ടൺസ് ലോ ഓഫ് ന്യൂട്ടൺസ് ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. നെക്സ്റ്റ് വൺ പാരലോഗ്രാം ലോ. പാരലോഗ്രാമിൻ്റെ സൈഡ്സ് വെച്ചിട്ടാണ് പാരലോഗ്രാം ലോ പറയുന്നത്. ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് വെച്ചിട്ടാണ് ട്രയാങ്കുലർ ലോസ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റിയും നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ലാമീസ് തിയറം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഇൻട്രോ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അത്രയും പോകുന്നില്ല. അപ്പോൾ ഇനിയുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ആൻഡ് എനർജി. ഇത് നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുള്ളതാണ്. എന്താ? ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി. This theorem is also known as work energy theorem. States that the work done by the sum of all forces acting on the particle equal to the change in the kinetic energy. So work done is equal to change in kinetic energy. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അധികം പിടുത്തമില്ലാത്ത ലോസാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, അതുപോലെ ലാമീസ് തിയറം. ഓക്കെ, ഈ മൂന്ന് തിയറവും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നോക്കിയത്. ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സ്, അതിൽ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലോസും. സോ മെയിൻലി ടോട്ടലായിട്ട് ലോസ് ഏതൊക്കെയാണ് വരുന്നത്? ഇത്രയും ലോസാണുള്ളത്. ഫണ്ടമെൻ്റൽ ലോസ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പാരലോഗ്രാം ലോ, ട്രയാങ്കുലർ ലോ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ട്രാൻസ്മിസിബിലിറ്റി, ലാമീസ് തിയറം, കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഇതിനകത്ത് 3 തിയറംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് ലാമീസ് തിയറം. ഇത് ചോദിക്കാറുള്ളതാണ് യൂണിവേഴ്സിറ്റിക്ക്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇത്രയും നോക്കുക. വൃത്തിക്ക് നോട്ട് നിങ്ങൾ എഴുതുക. എഴുതിയ നോട്ട് വേണം നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്ന് രാത്രി 11 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് നോട്ട് വൃത്തിക്ക് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.